ചിലപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ദേഷ്യവും തോന്നിയിട്ടുണ്ട് സന്തോഷ്. ഉള്ള കാര്യം തുറന്ന് പറയണമല്ലോ. അത് അതിൻ്റെ ഇപ്പം ജോർജങ്ങൾ അതിൻ്റെ കറക്റ്റ് അഭിപ്രായം പറഞ്ഞു. കോമാളിയാകാൻ ശ്രമിക്കരുത്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. നിങ്ങളെ ഒരു ഓണാഘോഷ പരിപാടിയിൽ വേദി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായ ഒരു കാര്യമല്ല. അതിന് ഞാൻ എന്ത് വേണം? ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയിട്ട് ഇനി നിങ്ങൾ കോമാളി ആവേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. നിർത്തി അവമാനിക്കുവാണെന്ന്. നല്ല നല്ല കാര്യങ്ങൾ, വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്. എല്ലാം ഇത് ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പറയുമായിരുന്നു, എന്ത് നല്ല അർത്ഥമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് എനിക്ക് മനസ്സിലായി. കുറച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറി അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് ഉദ്ദേശം. ദുരൂഹതയുണ്ട് ഭൈരവ. കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് എനിക്ക് മനസ്സിലായി. കുറച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറി അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് ഉദ്ദേശം. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ചെറിയ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികൾക്ക് ഈ കുറച്ച് കയ്പുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഈ കയ്പ് കൊടുത്തതിന് ശേഷം മധുരം കൊടുക്കും. ആ മധുരം കൊടുക്കുന്നതാണ് അതിന്റെ കീ. അത് കൊടുത്തില്ലേ ആ കുട്ടികൾ അത് കാണൂല. അതുപോലെ ഇങ്ങനത്തെ ലേശം കോപ്പറയൊക്കെ കാണിക്കുന്ന ഇത് കാണാൻ കുറെ ആളുകളുണ്ട്. ഞാൻ വളരെ മസിൽ പിടിച്ച് മേഡം എനിക്കത് അറിയാഞ്ഞിട്ടില്ല. ഞാൻ വളരെ മസിൽ പിടിച്ചൊക്കെ എനിക്ക് സംസാരിക്കാറില്ല. പക്ഷെ അങ്ങനെയാകുമ്പോൾ മേഡം അത് കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഗൂഗിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന പേരാണ് സന്തോഷ് പണ്ഡിറ്റ്. 3 ലക്ഷം ആൾക്കാർ ഇത് കാണുന്നത്. നിങ്ങളിപ്പോ മഴ മനോരമ ഓക്കെ, ഇതിൽ എത്ര പേര് കാണുന്നു അതിൽ ഉറപ്പിച്ച് എഴുതി ഒപ്പിട്ട് തരാം. അതിലും കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റിൽ കാണും. അപ്പൊ അവരെ കൂടെ കയ്യിലെടുക്കണമെങ്കിൽ അത്യാവശ്യം അല്ലറ ചില്ലറ നമ്പറൊക്കെ വെച്ചിട്ട് ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. അപ്പൊ തീർച്ചയായിട്ടും അച്ഛനെ ആ ഒരു പൊസിഷനിൽ കാണാനല്ലേ ഏത് കുട്ടി ആഗ്രഹിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആഞ്ജനേയ സ്വാമി മറ്റുള്ളവർ ചിന്തിക്കുന്നതൊക്കെ പോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവര്, നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണമെന്ന് ആഗ്രഹിക്കത്തില്ലേ? എനിക്ക് ചോര കളക്കണ്ടട്ടാ. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണമെന്ന് ആഗ്രഹിക്കത്തില്ലേ? പക്ഷെ മേഡം ഞാൻ ഇതിലൊരു ഇതൊരു സംവാദമല്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ നല്ലത് ചീത്ത എന്നൊക്കെ പറയുമ്പോൾ അല്ല എനിക്ക് പലപ്പോഴും ശരി സംശയം. ഇപ്പൊ മേഡത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് അങ്ങനെ ആവണം, വ്യത്യസ്ത ആവാൻ വേണ്ടിട്ട് തന്നെ സന്തോഷം ചെയ്യുന്നതാണോ? അതെ അതെ, ചെറിയൊരു ഡിഫറൻസ് വേണം എന്ന് വെച്ചിട്ടാണ് അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ബോധപൂർവം ചെയ്യുന്നു. പക്ഷെ എനിക്കറിയാം അത് തുടക്കം. അതാ ഞാൻ മേഡത്തോട് നിങ്ങൾ ഞാൻ എന്താണോ പറയുന്നത്, ഒരു 4 സിനിമ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഇപ്പൊ തന്നെ മേഡം എനിക്ക് എന്നെ എതിർക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലേ? എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. മേഡം ഇത് 3 ഇപ്പൊ മിനിമോന്റെ അച്ഛൻ വന്നു, 4ാമത്തെ സിനിമ വന്നു. മേഡം നോക്കിക്കോളും. എല്ലാം പറയും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാണ് ശരി. മേഡം ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, വി വാണ്ട് എ ഡിസിഷൻ ഓഫ് വി വാണ്ട് എനിമീസ് എന്നാണ്. വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണമെന്നാണ്. സോ കുറെ പേരെ എതിർക്കും. അതിന്റെ ഇടയിൽ നമ്മൾ വിജയിക്കുമ്പോൾ എല്ലാം പറയും സന്തോഷ് പണ്ഡിറ്റ് ചരിത്രം സൃഷ്ടിച്ചു. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.